നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് മാത്രമല്ല, എനി കൈൻഡ് ഓഫ് ഡിസോർഡർ ആണെങ്കിലും ഫസ്റ്റ് നമുക്ക് വേണ്ട ഒരു കാര്യം നമ്മൾക്ക് പ്രശ്നമുണ്ട് എന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണ്. എന്നാൽ മാത്രമേ നമുക്കത് മാറ്റാൻ പറ്റുള്ളൂ. ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ട്രീറ്റ് ഉള്ള ആൾക്കാർക്ക് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ആക്സെപ്റ്റൻസ് വരില്ല. എങ്ങനെയൊക്കെ പറഞ്ഞാലും അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ട്രീറ്റ് ഉള്ളത് കാരണം അവരാണ് ഏറ്റവും ഭയങ്കര സംഭവമായിട്ട് നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾ അവരോട് പോയിട്ട് ഇങ്ങനെ തോന്നുന്നത് നിങ്ങൾക്കൊരു പ്രശ്നം ഉള്ളത് കൊണ്ടാണെന്ന് പറയുമ്പോൾ അവരൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പം അങ്ങനെയുള്ള കേസിൽ അവരുമായിട്ട് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ആ ട്രേറ്റ്സ് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ ഉള്ളതെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് നമ്മൾ ആ എൻവയോൺമെൻറ്റിൽ നിന്ന് മാറുക എന്നുള്ളത് തന്നെയാണ്. അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കഴിയുന്നത് ഒഴിവാക്കാൻ പറ്റും എന്നാണെങ്കിൽ അവിടെ നിന്ന് ആ ഇൻട്രാക്ഷൻസ് കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ചെയ്താലും അവരുടെ അടുത്ത് കാര്യം ഉണ്ടാവില്ല. ഒരു ചുമരിനോട് സംസാരിക്കണ പോലെയൊക്കെ ആയിപ്പോവും അവരോട് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നത്. സോ അതിൽ യൂസ് ഇല്ല. സോ ബെറ്റർ മൂവ് ചെയ്യുക. ആ ഒരു നമുക്ക് എക്സ്പീരിയൻസിൽ നിന്ന് ഉണ്ടായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. സേ ഇഫ് യുവർ ഹസ്ബൻഡ് ഇസ് എ നാർസിസിസ്റ്റിക് പേഴ്സൺ ഓർ യുവർ വൈഫ് ഇസ് എ നാർസിസിസ്റ്റിക് പേഴ്സൺ, അപ്പോൾ ആ ഒരു ടൈം പീരിയഡിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവും. അതിനെ എങ്ങനെ നമ്മൾ ഹീൽ ചെയ്യുക എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാൻ പറ്റും.